ഹലോ ഗായ്സ്, ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഉമ്മി ഇന്ന് നമ്മൾക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കി തന്ന അത് നല്ല ഭയങ്കര ഉണ്ടാക്കണമെന്ന് പറയാം. നിങ്ങള് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെ ഒരു കുത്തും കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അവിടെയാണ് കുത്തണമെന്ന് നിങ്ങൾ കാണാം. പിന്നെ ഉമ്മി എടുത്ത് ചോദിക്കും കട്ടിയില്ലേ, പിന്നെ നിങ്ങളാണ് പിന്നെ ഉമ്മി എടുത്ത് ചോദിക്കുക എന്തിനാണെന്ന് നോക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദം ബിരിയാണിയാണ്. അപ്പൊ നമുക്ക് ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 1 കിലോ ചിക്കനാണ്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു 15 മിനിറ്റോളം വെച്ചേക്കാം. അടുത്തതായി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. അതൊരു 1 മിനിറ്റ് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇതും കൂടെ ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. മസാല എല്ലാം മിക്സായതിനു ശേഷം നമ്മളിവിടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് തൈരും കൂടെ ചേർക്കുന്നത്. ഇതിലേക്ക് ഏകദേശം വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും ബിരിയാണി മസാല 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സാക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. റൈസ് ഉണ്ടാക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 4 ഏലക്ക, 1 തക്കോല്, ഒരു ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം കൂടെ ചേർത്ത് നെയ്യിലിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ 2 ഗ്ലാസ് അരി, ജീരകശാലയുടെ അരിയാണ് എടുത്തേക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ 4.5 ഗ്ലാസ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അര ഗ്ലാസ് വെള്ളം ഞാൻ പിന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിനേക്കാൾ മുന്നിൽ നിൽക്കണം ഉപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അരിയും കൂടെ തട്ടി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 മുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വറ്റിയതിന് ശേഷം അതും തേങ്ങാപ്പാലും എല്ലാം കൂടെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ വറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബിരിയാണി ഇനി ദമ്മാക്കാം. അതിനായിട്ട് അടുത്തത് ചെയ്യേണ്ടത് നമ്മളൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് സവാള, ഇതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് സവാളയാണ്. സവാള അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ നട്ട്സും പിന്നെ മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അടുത്ത് ദമ്മാക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓയിൽ മതി. അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മസാല ഇട്ട് കൊടുക്കുക. മസാല ഇട്ടതിന് ശേഷം വീണ്ടും അടുത്ത ലെയറായിട്ട് ചോറിട്ട് കൊടുക്കുക. ചോറിട്ട് വീണ്ടും അതിന് ശേഷം ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് അതിനുശേഷം ഒരു കളറിന് വേണ്ടി ഇച്ചിരി പോലും മഞ്ഞൾ അതൊരു 2-3 തുള്ളിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നട്ട്സ്, പിന്നെ മുന്തിരി, പിന്നെ നമ്മുടെ സവാള മൂപ്പിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് അടുത്ത ഇതുപോലെ തന്നെ വീണ്ടും മസാല, ചോറ്, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള മൂപ്പിച്ചതും കൂടെ അടച്ച് വെക്കാം.
പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ ഇപ്പം അത് തീർന്നുപോയി, അതുകൊണ്ട് ഞാൻ മല്ലിയില പിന്നെ ചേർത്തിട്ടില്ല, സവാളയും കൂടെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം ഒരു ചെറിയ തീയിൽ ഒരു കുറച്ച് നേരം അതൊന്ന് ഇട്ട് ആവി കയറുന്നത് വരെ കുറച്ച് നേരം ഇട്ടിട്ട് അടച്ച് വെച്ചേക്കുക. അപ്പോൾ എൻ്റെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.